നമ്മൾ ഭയത്തെക്കുറിച്ച് 3-4 വീഡിയോസ് ചെയ്തു. അത് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രമേൽ ആളുകൾ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയത്. കാരണം നിരന്തരമായി വാട്സപ്പിലും മറ്റും ഈ ഭയത്തെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളും അത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ. അതുകൊണ്ടാണ് ഇനി തീർച്ചയായും 1-2 വീഡിയോസ് കൂടി ഈ ഭയത്തെക്കുറിച്ച് ചെയ്യാം എന്ന് ആഗ്രഹിച്ചു. ഭയം എന്ന വികാരം വളരെ കോമൺ ആണ്. ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു സ്വഭാവമാണ്. കാട്ടിലും മറ്റും ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ ജീവിതത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി സ്വായത്തമാക്കിയ ഒരു കാര്യം കൂടിയാണ് ഈ ഭയം എന്ന പേടി എന്ന വികാരം. ഒരു അനുഗ്രഹമായി നമുക്ക് ലഭിച്ച പേടി എന്ന ഈ വികാരം പലപ്പോഴും അനാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പേടികൾ പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് ഒരു ആൾക്കൂട്ടത്തിൽ പോകാൻ പേടി, കല്യാണത്തിന് പോകാൻ പേടി, അതുപോലെ ലിഫ്റ്റിൽ കയറാൻ പേടി, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒറ്റക്ക് നിൽക്കാൻ പേടി, രാത്രിയിൽ പുറത്തിറങ്ങാൻ പേടി, ഒരു വാഹനം ഓടിക്കാൻ പേടി, സ്പീഡുള്ള ഒരു വാഹനത്തിൽ ഇരിക്കാൻ പേടി, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടി, ഒരു പുതിയ കാര്യം തുടങ്ങാൻ പേടി, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും മറ്റുള്ളവർ തന്നെ റിജക്റ്റ് ചെയ്യുമോ അല്ല എങ്കിൽ വിമർശിക്കുമോ എന്നൊക്കെയുള്ള പേടി. അങ്ങനെ ഇത്തരം പല രീതിയിലുള്ള പേടികളിൽ പലതും നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അല്ല എങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നു. നാം പലപ്പോഴും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അല്ല എങ്കിൽ മറ്റുള്ളവർക്കെല്ലാം കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഭയങ്ങൾ കാരണമാണ്. പ്രസംഗ പരിശീലന ക്ലാസ്സുകളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുറെ കണ്ടന്റുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വേണമെങ്കിൽ സ്വകാര്യമായിട്ടാണ് എങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും വാതോരാതെ അതിനെക്കുറിച്ച് വാചാലമാകാനും ഒക്കെ കഴിവുണ്ട്. പക്ഷെ പലപ്പോഴും 4 ആൾ കൂടുന്ന സ്ഥലത്ത് ആ വിഷയത്തെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിന്റെ തൊണ്ട വരളും, ഹൃദയമിടിപ്പ് കൂടും, ശ്വാസ തടസ്സം പോലെ അനുഭവപ്പെടും, വായിൽ വെള്ളം പറ്റുന്നത് പോലെ ഫീൽ ചെയ്യും. എന്തിനേറെ പറയാൻ സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ നാവ് നിശ്ചലമായി പോകും, കാൽമുട്ടുകൾ തമ്മിൽ വിറയൽ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും പ്രസന്റേഷന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാറാണ് പതിവ്. അതുപോലെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്, അദ്ദേഹം ബൈക്ക് പഠിച്ചിട്ടുണ്ട്, ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരാളുടെ ബൈക്കിന്റെ പുറകിൽ യാത്ര ചെയ്യുന്നത് പോലും ഭയമാണ്. ഇത്തരത്തിലുള്ള ഒട്ടനവധി ഭയങ്ങളും പേടികളും ഒക്കെ നമുക്ക് സിമ്പിളായി മാറ്റിയെടുക്കാൻ കഴിയും. നാം ആലോചിക്കുക, നമുക്ക് ചെറുപ്പകാലത്ത് ഒരുപാട് ഭയങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പേടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി. ഇപ്പോ നിലവിൽ ജീവിതത്തിൽ നമ്മൾ അന്ന് ചെയ്യാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് പോകാത്ത പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് സംസാരിക്കാത്ത പല ആളുകളോടും നമ്മളിപ്പോ വളരെ കൃത്യമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ആ പേടികളൊക്കെ മാറിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ മറ്റെല്ലാ പേടികളും മാറ്റേണ്ടത്. എല്ലാ പേടികളും നമ്മൾ മാറ്റണമെന്നില്ല. ചില പേടികൾ നമുക്ക് അനിവാര്യമാണ്. ചില പേടികൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ അതിജീവിച്ച് സർവൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ പോലും നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള പേടി കാരണമാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നത് AI ക്യാമറ അടിക്കുമോ, ഫൈൻ വരുമോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ വഴിയിൽ പോലീസ് ചെക്കിങ്ങിനുണ്ടാകുമോ എന്ന ഭയം. അല്ലാതെ മിക്ക ആളുകളും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് വല്ല ആക്സിഡന്റും സംഭവിച്ചാൽ തന്റെ തലക്ക് പരിക്ക് പറ്റും എന്നൊന്നും കരുതിയിട്ടല്ല. എന്നതുപോലെ നാം മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തത് നമുക്ക് ശിക്ഷ ലഭിക്കുമോ, പിടിക്കപ്പെടുമോ, ശിക്ഷ ലഭിക്കുമോ, അത് കാരണം ജയിലിൽ നമ്മുടെ ജീവിതം ഹോമിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഭയം ഒരു അനുഗ്രഹമാണ്. ആ ഭയം ഉള്ളത് കൊണ്ടാണ് നാം ഒരു വലിയ കുന്നിന്റെ മുകളിൽ ചെന്നിട്ട് താഴേക്ക് ചാടാത്തത്. അതുപോലെ തീ കാണുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്നത്, പാമ്പ് പോലെയുള്ള വിഷ ജീവികളെ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ ഭയത്തിൽ നിന്നാണ് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്നത്. ഫൈറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന ഒരു അതിജീവനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം നാം നടപ്പിലാക്കുന്നത് ഈ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. എത്രയോ ആളുകൾ നമുക്കറിയാം വിദേശത്ത് പോലും പോകാതെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ട് പോലും ഫ്ലൈറ്റിൽ കയറാൻ പേടിയായതുകൊണ്ട് വിദേശത്ത് പോകാതെ ഇവിടെ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്നവരെ നമുക്കറിയാം. വലിയ കെട്ടിടങ്ങളിലേക്കും മറ്റും
ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർകേസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 10-14 നിലകളുള്ള കെട്ടിടങ്ങളിലേക്ക് പോലും ആളുകൾ കയറുന്ന ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഭയങ്ങൾ കാരണം നാം നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളെയും മാറ്റിവെക്കുന്നതാണ് നമ്മുടെ അനുഭവമുള്ളത്. പക്ഷെ നമ്മൾ പേടിക്കേണ്ടതില്ല. പേടി മാറാനുള്ള, ഭയം മാറാനുള്ള ഏക കാര്യമെന്ന് പറയുന്നത് ആ പേടിക്കുന്ന കാര്യത്തെ പരിചയപ്പെടുക എന്നതാണ്, അതിന് അടുത്തറിയുക എന്നതാണ്. വലിയ കയറ്റങ്ങൾ കയറേണ്ട സ്ഥലത്തേക്ക് നാം താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, എങ്ങനെയാണ് ഈ വലിയ മലയിലേക്ക് ഞാൻ കയറുക എന്ന്. പക്ഷെ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് പകുതി കയറുമ്പോൾ നമുക്കൊരിക്കലും ആ ഒന്നും ഫീൽ ചെയ്യാറില്ല. എന്നതുപോലെ തന്നെയാണ് നാം പേടിക്കുന്ന ഓരോ കാര്യങ്ങളെയും നാം അടുത്തറിയുകയും പരിചയപ്പെടുകയും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പേടി താനേ പോയിക്കൊണ്ടിരിക്കും. നിലവിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് നാം ജോലി ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിലവിലുള്ള കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കാൻ നമുക്ക് പേടിയാണ്. ഈ നിലവിലുള്ള ഈ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്കെന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ബാങ്ക് ലോണുകൾ, എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ ആലോചിച്ചിട്ട് നാം അതുപോലും ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കംഫർട്ട് സോൺ പൊട്ടിച്ച ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കംഫർട്ട് സോണിൽ സുഖമായി നിൽക്കുന്ന പല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മുടെ ഒരു പേടിയാണ്, നാം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആളുകൾ എങ്ങനെ വിലയിരുത്തുമെന്ന്, ആളുകൾ എങ്ങനെയാണ് അതിനെ കാണുക എന്ന പേടി, മറ്റുള്ളവരുടെ മോശം കമന്റുകൾ, മോശം അഭിപ്രായങ്ങൾ, ഇതൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നാം ഒന്നും ചെയ്യാറില്ല. അത്തരം പേടികളെ നാം മനസ്സിലാക്കി ലോകത്ത് എന്ത് നന്മ ചെയ്താലും അതിന് 2 വശത്തിൽ ആളുകൾ വിലയിരുത്താറുണ്ട്, മോശമെന്നും അല്ല എങ്കിൽ നല്ലത് എന്നും. ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കാൻ നാം ശ്രമം നടത്തിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടേതായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. ആളുകളുടെ വിമർശനവും ഒക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ആളുകളുടെ വിമർശനത്തെ കുറിച്ചും അവരെങ്ങനെ വിലയിരുത്തുമെന്ന് ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പിന്നെ അവർ റിജക്റ്റ് ചെയ്യുമോ, ആളുകൾ നമ്മളെ തള്ളിക്കളയുമോ എന്നൊക്കെ രീതിയിലുള്ള പേടി. ഞാനൊരു തരത്തിൽ നീങ്ങിയാൽ, ഞാൻ എൻ്റെ ജീവിത ശൈലിയെ ഇങ്ങനെ മാറ്റം വരുത്തിയാൽ, ഞാൻ എൻ്റെ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയാൽ ആളുകൾ അതിനെ കുറിച്ച് എന്ത് പറയും, ആളുകൾ അതിനെ റിജക്റ്റ് ചെയ്യുമോ, അവർ അംഗീകരിക്കില്ലേ എന്നതൊക്കെ. അപ്പോൾ പൊതുവെ അത്തരത്തിലുള്ള സമയങ്ങളിൽ നാം ആലോചിക്കേണ്ടത്, ആളുകൾ എന്തോ പറയട്ടെ, അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, അത് അവരുടെ അഭിപ്രായം മാത്രമാണ്, അത് അവരുടെ ഒപ്പീനിയൻ മാത്രം, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് എൻ്റെതായ ശരികളുണ്ട്, എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത്തരം റിജക്ഷനെയും അത്തരം ചിന്തകളെ, ആളുകൾ എന്തു പറയും, ആളുകൾ എന്നെ തള്ളിക്കളയുമോ, എന്നെ സ്വീകരിക്കുമോ, എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുമോ, എന്നെ അനുമോദിക്കുമോ, അതോ എന്നെ ഇൻസൾട്ട് ചെയ്യുമോ, അല്ല എങ്കിൽ എന്നെ മോശമായി വിലയിരുത്തുമോ എന്നൊക്കെ രീതിയിലുള്ള ഈ ഒരൊറ്റ കാര്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാതെ, നാം പുതിയ സ്റ്റെപ്പുകൾ തുടങ്ങാതെ ഇരിക്കാനുള്ള ഏക കാരണം. അവിടെ നാം ഉറപ്പിച്ചു മനസ്സിലാക്കേണ്ടത്, എനിക്കൊരിക്കലും മറ്റൊരാളാവാൻ സാധിക്കാത്തതുപോലെ മറ്റൊരാൾക്ക് ഞാനാവാനും സാധിക്കില്ല. എനിക്ക് എൻ്റെതായ കഴിവുകൾ എനിക്ക് സർവശക്തൻ നൽകിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് അവരുടേതായ യൂണിക്കായിട്ടുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരിക്കലും പെർഫെക്ഷൻ എന്ന ഒന്നില്ല. അത് ചെയ്യുന്നതെല്ലാം പരിപൂർണമായിരിക്കണമെന്ന പെർഫെക്ഷനിസം, അതും ഈ ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളൊന്നും അത് ആദ്യം ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നില്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചതിന് ശേഷം കാലാന്തരങ്ങളിലാണ് അതിന് പെർഫെക്ഷൻ വന്നത്, അത് പരിപൂർണമായത് എന്ന് മനസ്സിലാക്കി. അത് കാലാന്തരത്തിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എന്നിലേക്ക് വന്നു ചേരും എന്ന് മനസ്സിലാക്കി. എന്താണോ നാം തുടങ്ങാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നിങ്ങൾക്ക് കഴിയുന്ന, നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി, നമ്മുടെ ബെസ്റ്റ് വെർഷനായിട്ട് അതിനെ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കുണ്ടായിരുന്ന ചെറുപ്പത്തിൽ നമുക്കുണ്ടായിരുന്ന മുഴുവൻ പേടിയും മാറിക്കിട്ടിയത് ആ കാര്യത്തെ നാം അടുത്തറിയുകയും അതിനെ പരിചയപ്പെടുകയും അതിന് ചെയ്ത് നോക്കുകയും ചെയ്തപ്പോഴാണ്. നാം മനസ്സിലാക്കേണ്ടത്, ചെയ്യുമ്പോൾ നമുക്ക് പേടിയില്ലാത്ത ഒരാൾ ചെയ്യുന്ന അത്ര വ്യക്തമായിട്ടും അത്ര കൃത്യമായിട്ടും ആ കാര്യം ചെയ്യാൻ സാധിക്കണം എന്നില്ല.
ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പ്രസംഗിക്കാൻ വിളിച്ചാൽ നമുക്ക് പേടിയാണ് എങ്കിൽ പേടി മാറാൻ നാം ആദ്യം ചെയ്യേണ്ടത് നാം പരിശീലനങ്ങൾ നടത്തുക എന്നതാണ്. അങ്ങനെ നമുക്ക് സഭാകമ്പം മാറ്റിയെടുക്കാൻ കഴിയും. നാം കാണുന്ന വലിയ പ്രഭാഷകരുടെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവർക്ക് തുടക്കകാലത്തൊന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരതിനെ ഓവർകം ചെയ്തത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ടാണ്. വ്യായാമങ്ങളിലൂടെയും അഫർമേഷനുകളിലൂടെയും ഒക്കെ മെഡിറ്റേഷനുകളിലൂടെയും ഒക്കെ നമുക്കതിനെ മാറ്റി ഈ ഭയം എന്ന വികാരത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെയൊക്കെ സമയത്തിന് വിലയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ പേടിയെയും വിഷയമാക്കിക്കൊണ്ട് ഓരോ തരത്തിലുള്ള പേടിയെയും വിഷയമാക്കിക്കൊണ്ട് 2-3 വീഡിയോസ് കൂടി നമുക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം.